ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. അപ്പോൾ നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആയിട്ടാണ്. ഇത് നമുക്ക് പെട്ടെന്ന് ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് സ്കൂളിൽ പോകുമ്പോൾ ടിഫിൻ ബോക്സിലാക്കി കൊടുക്കാനും അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴൊക്കെ കഴിക്കാനായിട്ടൊക്കെ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റും. വളരെ ടേസ്റ്റുള്ള ഒരു ഈവനിങ് സ്നാക്സാണിത്. ഗാർലിക് ബ്രെഡ് ഫിംഗർ എന്നാണ് കേട്ടോ നമ്മുടെ ഈ സ്നാക്സിൻ്റെ പേര്. അപ്പോൾ വളരെ ടേസ്റ്റാണിത് കഴിക്കാൻ തന്നെ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് മല്ലിച്ചപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്യട്ടോ. പിന്നെ ഞാനിവിടെ 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 എടുത്തിട്ടുള്ളൂ, കാരണം ഇത് വലുതാണ്. ചെറുതാണെങ്കിൽ ഒരു 3 എടുത്തോ. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, മക്കൾക്കൊക്കെ ഇഷ്ടമായ കാരണം അത് ആഡ് ചെയ്യുന്നത്. പിന്നെ മോസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ബട്ടർ ആവശ്യമുണ്ട്. അപ്പോൾ ചിലത് നമുക്ക് ഉപ്പുള്ള ബട്ടർ ഉണ്ടായിരിക്കും, അങ്ങനെയെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഉപ്പൊന്നും ആ ടൈമിൽ ആഡ് ചെയ്ത് കൊടുക്കണ്ട. പിന്നെ നമുക്കിതിലേക്ക് ഒറിഗാനോ ആവശ്യമുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. കയ്യിലുണ്ട് ഉണ്ടെങ്കിൽ അതൊന്ന് ആഡ് ചെയ്തോട്ടാ. അപ്പോൾ അത് ഞാൻ ഇവിടെ എടുത്ത് കാണിച്ചിട്ടില്ല. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ വെളുത്തുള്ളി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ചെയ്യുന്നതാണ് നല്ലത്, കാരണം മാക്സിമം ഫൈനായിട്ട് കിട്ടണം. അല്ലെങ്കിൽ മക്കളൊക്കെ കഴിക്കുമ്പോൾ അതൊന്ന് ജസ്റ്റ് കടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിന്നെ ചിലപ്പോൾ കഴിക്കാതിരിക്കും. അപ്പോൾ അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ കട്ട് ചെയ്തെടുക്കണവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. അപ്പോൾ ഇതെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിലുള്ളതൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് തുടച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ ആയി കെട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ തുടച്ച് നിൽക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ചാക്കുക, കൈമുറിയാണ്ടൊക്കെ നോക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് റൂം ടെമ്പറേച്ചറുള്ള ബട്ടറാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വെളുത്തുള്ളി എത്രയുണ്ടോ അതിൻ്റെ 3 ഇരട്ടിയാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബട്ടർ. ഇപ്പോൾ സോൾട്ടഡ് ബട്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഉപ്പൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട. അപ്പം ഞാനിവിടെ ഒരു 2.5 സ്പൂണോളം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇടുമ്പോൾ സൂക്ഷിക്കണം. അതായത് വെളുത്തുള്ളിയുടെ മണം കൂടുതലുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വെളുത്തുള്ളി ആഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലെങ്കിൽ നല്ലൊരു സ്മെല്ല്, നമുക്ക് വെളുത്തുള്ളിയുടെ ആ ഒരു സ്മെല്ല് കൂടും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളെ ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആവണം വരെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളതിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇന്ത്യയിൽ അതില്ല, അതാണ് ഞാൻ ആഡ് ചെയ്യാത്തത്. അത് ഓപ്ഷണലാണ്, ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി ഒരു സ്മെല്ല് കിട്ടും. ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഉണക്കമുളക് ഇല്ലേ, അത് പൊടിച്ചത് ഇട്ട് കൊടുത്താലും മതിയിട്ടാ ഈ സമയത്ത്. അല്ലെങ്കിൽ കുരുമുളക് പൊടി ആഡ് ചെയ്താലും മതി. ബട്ടർ നന്നായിട്ട് മാക്സിമം മെൽറ്റായിട്ട് കിട്ടണം. കണ്ടില്ലേ, ഈ ഒരു പരിവായിട്ട് കിട്ടും. നമുക്കപ്പോഴേക്കും ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഓപ്ഷണലാണ്, മക്കൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ ഒരു പക്ഷേ മറ്റേ തരത്തിലുണ്ടാക്കിയിട്ട് അവർ കഴിക്കുന്നില്ല ഉണ്ടെങ്കിൽ ഇത് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിച്ചെന്ന് വരും. അപ്പോൾ ഇവിടെ മക്കൾക്കായാലും ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനിത് ഇതിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം ഇത് ഇട്ടാൽ മതിയിട്ടാ, ഓപ്ഷണലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് മോസറല്ല ചീസാണ്. ഇത് നമുക്ക് ആവശ്യാനുസരണം ബ്രെഡിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ നമുക്ക് ആ ബ്രെഡ് കണ്ടില്ലേ, ബ്രെഡ് എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇത് തേച്ച് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് എല്ലാ സൈഡിലേക്കും ആവുന്ന തരത്തിലൊന്ന് തേച്ച് പിടിപ്പിക്കുക.
നല്ല ടേസ്റ്റ് ഉണ്ട് ഇതേപോലെ ചെയ്തിട്ട് കഴിക്കുമ്പോൾ. അതിലേക്ക് നമ്മൾ ആ ഫ്രഞ്ച് ഫ്രൈസ് കൂടി ആഡ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഇനി നമ്മൾ ഇതിനെ ഇതേപോലെ വെച്ചിട്ടൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ. ഇനി ഈ ഒരു ഭാഗത്ത് നമ്മളെ മോസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ സോസിൻ്റെ ഒപ്പം മയോണൈസ് ഇഷ്ടമുള്ളവർക്ക് മയോണൈസും ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഫ്രഞ്ച് ഫ്രൈസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ബ്രെഡ് വെച്ച് കൊടുക്കുക. ഇനി മുന്നേ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ മുകളിൽ നമുക്ക് ഈ ഗാർലിക് ബട്ടർ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നന്നായിട്ട് എല്ലാ സൈഡിലേക്കൊന്ന് പുരട്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു സൈഡിൽ മാത്രമാക്കിയിട്ടും ചെയ്യാം. മുകളിൽ ആക്കണ്ട, ഉള്ളിലുള്ള ആ ഒരു ഇത് മതി ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കണം. ഇതേപോലെ ആ ഒരു സൈഡും ഒന്ന് മുരിഞ്ഞ് കിട്ടണം. അപ്പം ഞാനിതിന് മയോണൈസ് വെച്ചിട്ടുള്ളത് കാണിച്ചു തരഞ്ഞി. ഇതേപോലെ സോസ് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഈ സോസ് ഒഴിച്ച് കഴിഞ്ഞ് ഫ്രഞ്ച് ഫ്രൈസ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് മയോണൈസ് വേണമെന്നുള്ളവർക്ക് മയോണൈസ് ഇട്ടിട്ടും ചെയ്യാം. നല്ല ടേസ്റ്റ് അല്ലേ അങ്ങനെ ചെയ്യുമ്പോൾ. ഇനി മുന്നേ ചെയ്തിരുന്ന പോലെ തന്നെ ബ്രെഡ് വെക്കുക. നമ്മളാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഗാർലിക് ബട്ടറിൻ്റെ ആ ഒരു പേസ്റ്റ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. 2 സൈഡും ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ അടിപൊളി സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചീസ് മെൽറ്റായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങൾക്കിത് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് വഴി അറിയിക്കുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെയുള്ള ബെല്ലൈക്കൺ ബട്ടൺ കൂടി അമർത്തുക. അങ്ങനെ ചെയ്താൽ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് വേഗം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളെ മുന്നിൽ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.